നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഉണ്ടാക്കിയ മുന്നേറ്റം CPM-നെ മാത്രമല്ല കോൺഗ്രസിനെയും ഭയപ്പെടുത്തുന്നുണ്ട്. 2026-ൽ ആര് കേരളം ഭരിക്കും, അത് ആരാണെന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് ബി.ജെ.പി. നേടിക്കഴിഞ്ഞെന്നാണ് പലരും വിലയിരുത്തുന്നത്. കണക്കുകളിൽ അത്രയും വരില്ലെങ്കിലും സാധ്യത തള്ളിക്കളയാനാകില്ല. 10 കൊല്ലമായി അധികാരത്തിൽ നിന്ന് അകന്നു കഴിയുന്ന കോൺഗ്രസിനും ലീഗിനും ഇത് അവസാന ചാൻസ് കൂടിയാണ്. ഇതിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ എല്ലാം തകർന്നു. ലീഗിനെ കൂടെ കൂട്ടി UDF-നെ തകർത്ത ശേഷം ആജീവനാന്തം കേരളം ഭരിക്കാമെന്ന CPM-ന്റെ അതിമോഹത്തിനു കൂടെയാണ് ജനം ഇത്തവണ മറുപടി കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് BJP പാളയത്തിലേക്ക് അടുക്കുന്നതിൽ CPM വല്ലാതെ ഭയക്കുന്നുണ്ട്. ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇത്തവണ CPM-ന് ഉണ്ടായില്ല. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരിക്കും ജനം നൽകുക. അതുകൊണ്ട് തന്നെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകണമെന്ന ആശങ്കയിലാണ് CPM. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് BJP ഒന്നാമതെത്തിയത്. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, അടൂർ, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതുമെത്തി. ഇതൊന്നും BJP-യോ CPM-ഓ കോൺഗ്രസോ ഒന്നും കാര്യമായി എടുത്തില്ല. ശബരിമല സമരത്തെ തുടർന്ന് സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തിപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. ഇക്കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തി. 10 സീറ്റുകളിൽ 5000 വോട്ടിന്റെ കുറവിൽ രണ്ടാമതെത്തി. അതുകൊണ്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP കറുത്ത കുതിരയാകുമെന്നാണ് പലരും കരുതുന്നത്. അങ്ങനെയെങ്കിൽ 30 നിയമസഭാ സീറ്റുകളിൽ ത്രികോണ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. അതിൽ 15ഇടത്തെങ്കിലും അവർ വിജയിക്കാൻ സാധ്യത. മുന്നണി സംവിധാനത്തിൽ അത് നിർണായക ഘടകമാണ്. BJP-യുടെ വളർച്ചയ്ക്ക് തടയിടാൻ CPM-ന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനാണ് അവർ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തി ഭരണം പിടിക്കാൻ നോക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് BJP അകറ്റാനാണ് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തതെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെല്ലാം CPM-നൊപ്പം നിൽക്കുമെന്നുമാണ് പിണറായി വിജയൻ ഇപ്പോഴും കിനാവ് കാണുന്നത്. അത് എത്രത്തോളം സാധ്യമാണെന്ന കാര്യത്തിൽ സംശയമുണ്ട്. സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ CPM-നെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് ശക്തമായതിനാൽ ലീഗ് മുന്നണി വിടുന്ന പരിപാടി ഉപേക്ഷിച്ചു. SDPI, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി എന്നിവർ UDF-ന് പരോക്ഷ പിന്തുണ നൽകുന്നുണ്ട്. ആ നിലയ്ക്ക് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക പ്രയാസമാണ്. ഈഴവരും ദളിതരും മറ്റു പിന്നാക്കക്കാരും അടങ്ങുന്ന ഭൂരിപക്ഷത്തെ കൂടെ നിർത്തുകയാണ് മുന്നിലുള്ള വഴി. അതിന് ജാതി സെൻസസ് അടക്കം നടത്തേണ്ടി വരും. NSS 3 മുന്നണികളിൽ നിന്നും സ്വല്പം അകൽച്ചയിലാണ്. കോൺഗ്രസ് നേതാക്കളുമായി കുറച്ചെങ്കിലും അടുപ്പവുമുണ്ട്. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ജാതി സെൻസസ് KPCC വിഴുങ്ങിയിരിക്കുന്നത്. ജാതി സെൻസസ് നടത്തുകയാണെങ്കിൽ പിന്നാക്ക ദളിത് ന്യൂനപക്ഷ വോട്ട് ലഭിക്കും. ആ വഴിക്ക് CPM നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന് അതിനുള്ള ശക്തിയില്ല. അങ്ങനെയെങ്കിൽ CPM മൂന്നാമതും അധികാരത്തിലെത്തുകയും കോൺഗ്രസും BJP-യും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ക്രൈസ്തവ സഭകളിൽ ഒരു വിഭാഗം BJP-ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അധികാരത്തിനൊപ്പം നിന്നാലേ ഗുണമുണ്ടാകൂ എന്ന് പണ്ട് മുതലേ തെളിയിച്ചിട്ടുള്ളവരാണ് അവർ. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ ഇലക്ഷന് അവർ കോൺഗ്രസിനൊപ്പമായിരിക്കും നിൽക്കാൻ സാധ്യത. ബിഷപ്പിനെ വിവരദോഷി എന്ന് പിണറായി വിളിച്ചത് മൊത്തത്തെ അവമതിപ്പുളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇരു മുന്നണികൾക്കും വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. BJP-ക്ക് ആകട്ടെ കരുത്ത് കാണിക്കാനുള്ള സുവർണാവസരവും. ഹിന്ദുക്കളും ക്രൈസ്തവരുമാണ് BJP-യുടെ ശക്തി. കോൺഗ്രസിനൊപ്പം മുസ്ലിങ്ങളും കുറച്ച് സഭകളും ഒരു പറ്റം ഹിന്ദുക്കളും CPM-നൊപ്പം പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ഈഴവരും ദളിതരും കുറച്ച് നായർ സമുദായങ്ങളും മാത്രമാണുള്ളത്. ന്യൂനപക്ഷങ്ങളുമായി കൂടുതൽ അടുത്താൽ ഉള്ള ഹിന്ദു വോട്ട് കൂടി ചോരും. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയാണ് CPM-നെ അലട്ടുന്നത്. ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം കൊടുത്താൽ CPM-ന് അത് ഗുണം ചെയ്യും. എന്നാൽ SNDP നേതൃത്വം BJP-യുമായി അടുപ്പത്തിലായത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആശങ്ക CPM-നുണ്ട്. പാർട്ടിയിലും സർക്കാരിലും കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് ഏക പോംവഴി. അതുണ്ടായാൽ CPM-ന് ഗുണമാകും. ദളിതരെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെയും കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങളും
CPM ആവിഷ്കരിക്കാതിരിക്കില്ല. കേരളത്തിന് പുറത്ത് സ്വീകരിക്കുന്ന തീവ്ര ഹിന്ദുത്വ BJP തൽക്കാലം ഉപേക്ഷിച്ചാണ് ഇവിടെ ജനങ്ങളെ സമീപിക്കുന്നത്. ക്രൈസ്തവരെ കൂടെ നിർത്തണമെങ്കിലും ആ സമീപനം വേണം. അത് പാളിയാൽ എല്ലാം തവിടുപൊടിയാകും. ശക്തമായ നേതൃത്വമില്ല എന്നതാണ് BJP നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഗ്രൂപ്പ് പോരിന്റെ അയ്യരുകളിയാണ്. അത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നേതൃത്വം വേണം. കെ സുരേന്ദ്രന് വയനാട് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. സുരേഷ് ഗോപിയെയോ ശോഭാ സുരേന്ദ്രനെയോ സംസ്ഥാന നേതൃതലത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ മാറ്റമാകും സൃഷ്ടിക്കുക. അതിന് ദേശീയ നേതൃത്വം തയ്യാറാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. നന്ദി.